അള്ളാഹുവിന്റെ പ്രവാചകൻ സുലൈമാൻ നബി സദസ്യരോട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥ മുത്തുനബിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, സുബ്ഹാനല്ലാഹ്, പക്ഷി വരുമ്പോ കുട്ടി ആ കൂടിനകത്തുണ്ട്. തൻ്റെ രാജകുമാരൻ മറ്റൊരു സ്ഥലത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷി വന്നയുടനെ ആ മകളോട് ചോദിച്ചു, മോളെ നിന്നെ ആരെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? മോള് പറഞ്ഞു ഇല്ല. പെൺകുട്ടി പറഞ്ഞു ഇല്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല. ആ പക്ഷിക്ക് വല്ലാത്ത സന്തോഷമായി, എന്നാലും മനസ്സിന് വല്ലാത്തൊരു ടെൻഷനാണ്. ആ മോളോട് പറഞ്ഞു, മോളെ, സുലൈമാൻ നബിയുടെ ദർബാറിലേക്ക്, കൊട്ടാരത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാനും സുലൈമാൻ നബിയും ഒരു മത്സരമുണ്ട്. അതിന്റെ ഫലപ്രഖ്യാപനം വരുന്ന വെള്ളിയാഴ്ചയാ. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കഴുകനതാ ദൂരേക്ക് പറന്നുപോയി. ഈ വാർത്ത അങ്ങോട്ട് കേൾക്കുമ്പോ ആ പെൺകുട്ടിക്ക് മനസ്സിന് വല്ലാത്ത സങ്കടമാ, വല്ലാത്ത വേദനയായി. വല്ലാതെ ക്ഷീണിച്ചിരുന്ന പൊന്നുമോളതാ താഴേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് തന്റെ സ്നേഹിതനെ, പ്രാണപ്രേയസിയെ കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് പറയുന്ന, രാജകുമാര, എൻ്റെ ഉമ്മ വന്ന് എന്നോട് പറയുകയാണ്, ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് സുലൈമാൻ നബിയുടെ ദർബാറിൽ കടന്നു പോകണമല്ലോ. ഇനി നമ്മളെ കണ്ടുമുട്ടുമെന്ന് തോന്നുന്നില്ല. രാജകുമാരൻ പറഞ്ഞങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ഞാനും നിന്നോടൊപ്പം വരാം. പെൺകുട്ടി ചോദിച്ചു, എങ്ങനെയാണ് വരിക? അതിനുള്ള വഴികളെല്ലാം പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് പോകേണ്ട ദിവസമായി. അന്നത്തെ പ്രഭാതത്തിൽ പെൺകുട്ടി ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, എങ്ങനെയാണ് നമ്മൾ പോവുക? 1-2 കിലോമീറ്റർ അല്ല, വളരെ വിദൂരത്താണ് സുലൈമാൻ നബിയുടെ കൊട്ടാരമുള്ളത്. എങ്ങനെയാണ് പോകുന്നത് ഉമ്മ? ആ സുലൈമാൻ നബി പറയുന്നു, ആ കഴുകൻ പറയുന്നു, മോളെ, നിന്നെ ഞാൻ ചുണ്ടിൽ കൊത്തിയെടുത്ത് പറന്നുകൊണ്ട് പോകാം. മോള് പറഞ്ഞു, പറ്റൂല, ഇത്രയും ദൂരം എന്നെ ചുണ്ടിൽ കൊത്തിയെടുക്കുമ്പോ എനിക്ക് വേദനിക്കൂലേ? എന്നെ വേദനിപ്പിക്കുന്നത് ഉമ്മാൻ ഇഷ്ടമാണോ? കഴുകൻ പറഞ്ഞു, ഇഷ്ടമല്ല. രണ്ടാമത് കഴുകൻ പറഞ്ഞു, എൻ്റെ മുതുകിലെ കയറ്റിക്കൊണ്ടുപോകാം. ആ മകള് പറയുന്നു, ഉമ്മ, പണ്ടത്തെ പോലെ ഞാൻ ചെറുപ്പമല്ല, എനിക്ക് വയസ്സ് 16 ഉമ്മ. കുറെ ദൂരം എന്നെയും വെച്ച് ചുമക്കുമ്പോ അത് വല്ലാത്ത ബുദ്ധിമുട്ടാകൂലേ? ചിറകുകൾക്കതൊരു ഭാരമാകൂലേ? അല്ലാഹുവേ, കഴുകൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് പോവുക? അപ്പോഴാണ് രാജാവ് പറഞ്ഞു കൊടുത്ത ആ രഹസ്യമാർഗം, എളുപ്പമാർഗം. ആ പക്ഷിയോട് കുഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നത്, ആ പെൺകുട്ടി പറയുന്നു, ഉമ്മ, ഉള്ളു പൊള്ളയായൊരു മരത്തടി കൊണ്ടുവരിക, അതിനകത്തേക്ക് ഞാൻ കയറിയിരിക്കാം ഉമ്മ. എന്നിട്ട് അത് രണ്ടറ്റത്ത് നൂലിൽ കെട്ടി കഴുത്തിലിട്ടിട്ട് പറന്നു പോകാം. അപ്പോഴ് ചിറകുകൾക്ക് ഭാരമില്ല, ചിറകുകൾക്ക് ഭാരം വരൂല. ആ ഒരു ഐഡിയ കഴുകന് വല്ലാത്ത തൃപ്തികരമായി. ഉടൻ തന്നെ വിദൂരത്തൊരു ഉണക്കയായ മരം കൊണ്ടുവന്നു. ഉള്ള മുഴുവനും വൃത്തിയാക്കുകയാ. എന്നിട്ടത് കൊണ്ടുവന്ന് മരത്തിന്റെ ചുവട്ടിൽ വെച്ചു. എന്നിട്ട് മോളോട് പറഞ്ഞു, മോളെ, ഇതിലാ നമുക്ക് പോകേണ്ടത്. സുബ്ഹാനല്ലാഹ്, കഴുകൻ കാണാതെ രാജകുമാരൻ ആ മരത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ആ കഴുകൻ കാണാതെ മരത്തിന്റെ ഉള്ളിലേക്ക് രാജകുമാരൻ കയറിയിരിപ്പായി. പോകാൻ സമയമായപ്പോ രാജകുമാരിയും അതിനകത്ത് കയറുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ മരച്ചില്ലയുമായി, മരകഷണവുമായി ആ കഴുകൻ ഇലാ ഹളറത്തി നബിയുല്ലാഹി സുലൈമാൻ നബിയുടെ ഹളറത്തിലേക്ക് പറന്നു. എൻ്റെ പ്രിയമുള്ളവരെ, കഴുകനോട്, ആ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുത്തൊരു മരച്ചില്ല കൊണ്ടുവരാൻ പറയണം. അതിനകത്ത് ഞാൻ കയറിയിരിക്കും, നീയും കയറണം, രണ്ടുപേർക്കും പോകാം, നമുക്ക് വേർപിരിയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു മര കഷ്ണം കൊണ്ടുവന്നു, അതിന്റെ ഉള്ളിലേക്ക് വെച്ചു. അങ്ങനെ കൊണ്ടുപോയില്ല ഹളറത്ത് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം.
എൻ്റെ പ്രിയമുള്ളവരെ സുലൈമാൻ നബി ഹദറത്തിലേക്ക് കൊണ്ടുവച്ചു. സുലൈമാൻ നബി നോക്കുമ്പോൾ സദസ്സ് നിറഞ്ഞ് കവിയുകയാണ്. കാരണം 16 കൊല്ലത്തിന് ശേഷമുള്ള റിസൾട്ടാണ്. ഒരു പ്രവാചകനും ഒരു കഴുകനും തമ്മിലുള്ള തർക്കമാണ്. അള്ളാഹുവിന്റെ ഈമാനുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ്. അള്ളാഹുവിന്റെ വിധിയെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന തർക്കമാണ്. ഇതറിയാൻ ആളുകൾക്ക് വല്ലാത്ത ആകാംക്ഷയായി, വല്ലാത്ത ആഗ്രഹമായി. ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ മരക്കഷണം കൊണ്ടുവച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? പറഞ്ഞു, ഇല്ല നബിയെ, എനിക്ക് ഉറപ്പാണ്. നന്മ അള്ളാഹുവിൽ നിന്നും ഉണ്ടാകുന്നു, തിന്മ മനുഷ്യരുണ്ടാക്കുന്നു, നമ്മൾ ഉണ്ടാക്കുന്നു, അള്ളാഹു നിന്ന് വരൂല. സമ്മതിക്കുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എവിടെ നീ വളർത്തിയ പെൺകുട്ടി? നീ പറഞ്ഞല്ലോ 16 കൊല്ലമായ പെൺകുട്ടിയെ വളർത്തിയെന്ന്. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ നബി കഴുകനോട് ചോദിക്കുന്നു, ഐന ബിന്ദുക, നിന്റെ മോളെവിടെ? നീ വളർത്തിയ പെൺകുട്ടി എവിടെ? സുബ്ഹാനല്ലാഹ്. എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോ, വല്ലാത്തൊരു ശബ്ദം കഴുകൻ പുറപ്പെടുവിക്കുമ്പോ, ആ മരത്തിന്റെ പൊത്തിൽ നിന്ന്, മരക്കഷണത്തിന്റെ ഉള്ളിൽ നിന്ന് ആ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ തിങ്ങി നിറഞ്ഞ സദസ്സ് കണ്ട് പേടിച്ചു പോയി. സുലൈമാൻ നബി പറയുന്നു, പേടിക്കണ്ട, ഇത് രാജസദസ്സാണ്, പ്രവാചക കുടുംബമാണ്, പ്രവാചക സദസ്സാണ്, നീ വിഷമിക്കണ്ട, ഇത് ഞാനാണ്, ഇത് ഇന്നയാളാണ്, ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പെൺകുട്ടിയെ പുറത്തിറങ്ങിയപ്പോ പേടി, കുറേ പേരുണ്ട്, പേടിക്കണ്ട. സുലൈമാൻ നബി ഓരോരുത്തരെ പരിചയപ്പെടുത്തിയിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെണ്ണിനോട് ചോദിച്ചു, പറയുമോ, നീ പറയുമോ ഇലാഹിലായി എന്നും ഹഖദുമാ വർത്തമാന എന്നിലുമായി? പറയുമോ, നീ പറയുമോ ഇലാഹിലായി എന്നും ഹഖദിലായി മൊഴിഞ്ഞിടുവാൻ അമറിലുമായി? സുലൈമാൻ നബി പെണ്ണിനോട് ചോദിക്കുന്നു, പെണ്ണേ, നീ ഗർഭവതിയാണോ? വേറെ ഒന്നും ചോദിക്കുന്നില്ല. എവിടെയാണ് വളർന്നതെന്ന് ചോദിക്കുന്നില്ല. എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ചോദിക്കുന്നില്ല. ആദ്യത്തെ ചോദ്യം ഇതാ, മോളെ, നീ ഗർഭവതിയാണോ? പരിഭ്രമിച്ചു പോയി. പെണ്ണ് വല്ലാതെ വിയർക്കുന്നു. സുലൈമാൻ നബി പറയുന്നു, വിഷമിക്കണ്ട, പേടിക്കണ്ട, സത്യം പറയണം പൊന്നുമോളെ, നീ ഗർഭവതിയാണോ? സദസ്യരെ നോക്കുന്നു, കഴുകനെ നോക്കുന്നു. എന്നിട്ട് വീണ്ടും പറയുന്നു, നബിയേ, ഞാൻ ഗർഭവതിയാണ് നബിയേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 16 കൊല്ലം കഷ്ടപ്പെട്ട് വളർത്തിയ കഴുകന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ പെൺകുട്ടി പറയുന്നു, നബിയെ, ഞാൻ ഗർഭവതിയാ. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറഞ്ഞു തീർന്നപ്പോഴേ കഴുകൻ തന്റെ ചുണ്ട് കൊത്തിപ്പറിച്ചെടുക്കാൻ വളരെ ദേഷ്യത്തോടെ വല്ലാത്തൊരു ശബ്ദവുമായി പെൺകുട്ടി അടുക്കലേക്ക് ചീറി വന്നു, പറന്നു വരികയാണ്, വല്ലാത്ത വേഗത. സുലൈമാൻ നബി പറഞ്ഞു, നിൽക്കവിടെ. സുലൈമാൻ നബി പറഞ്ഞു, ഇതെന്റെ കൊട്ടാരമാണ്, ഞാനാണ് ഇവിടുത്തെ രാജാവ്, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഉടൻ തന്നെ സുലൈമാൻ നബി കഴുകനോട് പറയുന്നു, ഇവിടെ ഇതിനൊന്നും പറ്റില്ല, ഇതെന്റെ രാജസദസ്സാണ്, എന്റെ തീരുമാനം പോലെയാണ് കാര്യങ്ങൾ നടക്കുക. പെൺകുട്ടിയോട് ചോദിച്ചു, നിന്നെ ഗർഭവതിയാണോ? പെൺകുട്ടി പറഞ്ഞു, അതെ. രാജാവാകുന്ന സുലൈമാൻ നബി ചോദിക്കുന്നു, ആരാണിതിന്റെ ഉത്തരവാദി, ആരാണിതിന് കാരണക്കാരൻ എന്ന് ചോദിക്കുമ്പോ പരിഭ്രമിച്ചുകൊണ്ട് ആ മരക്കഷണത്തിലേക്ക് ആ പെൺകുട്ടി എന്തോ ശബ്ദം പുറപ്പെടുവിക്കുകയാ. ഉടൻ തന്നെ അതിനകത്ത് നിന്നൊരു സുന്ദരനായ രാജകുമാരൻ എഴുന്നേറ്റ് വരികയാ. രാജകുമാരനെ കണ്ടപ്പോ കഴുകന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഓടി വന്ന ചെറുപ്പക്കാരനെ രാജകുമാരൻ ആക്രമിക്കാൻ പോവുകയാ. സുലൈമാൻ നബി പറഞ്ഞു, പറ്റൂല, ഇതെന്റെ രാജസദസ്സ, എന്റെ തീരുമാനമാണ്. സുബ്ഹാനല്ലാഹ്. ആ പെൺകുട്ടിയോട്
പെൺകുട്ടിയും രാജകുമാരനും സുലൈമാൻ നബിയോട് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? രാജാവാകുന്ന സുലൈമാൻ നബിയോട് പെൺകുട്ടി പറഞ്ഞു, നബിയെ, ഞാൻ ഇന്നാലിന്റെ പ്രദേശത്തായിരുന്നു. ഈ മാതാവാണ് എന്നെ ചുമന്നുകൊണ്ടുവന്ന് കൊത്തിപ്പറക്കിക്കൊണ്ട് എന്നെ വളർത്തിയത്, ഭക്ഷണം തന്നത്, വെള്ളം തന്നത്, എല്ലാം 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 എന്റെ ഉമ്മയാണ്. പക്ഷേ കപ്പല് തകർന്നുകൊണ്ട്, രാജകുമാരൻ പറയാ, കപ്പല് തകർന്ന് ഞാൻ വെള്ളത്തിൽ പോയി. ഒരു പലകയിൽ പിടിച്ച് ഞാൻ ഈ ദ്വീപിലെത്തി. പെൺകുട്ടിയെ കണ്ടു, പരസ്പരം അടുത്തു. അവസാനം ഒരു അല്പനിമിഷത്തിലേക്ക് നമ്മുടെ ചിന്തകൾ മരവിച്ചു പോയി. ഞങ്ങൾ വ്യഭിചരിച്ചു പോയി, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിൽ ഈ പെൺകുട്ടി ഗർഭവതിയാണ് എന്ന് സുലൈമാൻ നബിയോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്താണ് അള്ളാഹ് പറഞ്ഞത്? നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. 16 കൊല്ലം മുമ്പ് സുലൈമാൻ നബി പറഞ്ഞെന്താ? ഇൻഷാ അല്ലാഹ് 16ാമത്തെ കൊല്ലത്തിൽ ഈ പെൺകുട്ടി ഗർഭവതിയാകും. അതുപോലെ സംഭവിച്ചു. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതങ്ങോട്ട് പറഞ്ഞു തീർന്നപ്പോ ആ കഴുകനായ പക്ഷിയതാ പറക്കുകയാണ്. പറന്നുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ വന്ന് ക്ഷമ ചോദിക്കുകയാണ്. സങ്കടത്തോടെ നൊമ്പരത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ക്ഷമിക്കണം നബിയേ, എന്നോട് പൊറുക്കണം നബിയേ, എന്നോട് പൊറുക്കണം നബിയേ. സുലൈമാൻ നബിയോട് മാപ്പ് ചോദിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, എന്തെങ്കിലും നിനക്കിപ്പോഴും പറയാനുണ്ടോ? കഴുകം പറയുന്നു, നബിയേ, അൽ ഖൈറു വശർറു മിനല്ലാഹ്, നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നബിയേ എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു നബിയെ. ഉടൻ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നറിയോ? ആ പക്ഷിക്ക് ശിക്ഷ വിധിച്ചു. ആ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് നാടുകടത്തി. ഇനി ആ നാട്ടിലേക്ക് മടങ്ങി വരാൻ പറ്റൂല. സുലൈമാൻ നബി ആ അള്ളാഹനെ ധിക്കരിച്ചതിന്റെ, ഈമാൻ കാര്യത്തിൽ അവിശ്വസിച്ചതിന്റെ പേരിൽ, പ്രവാചകനുമായി തർക്കത്തിലേർപ്പെട്ടതിന്റെ കാരണത്താൽ, എൻ്റെ പ്രിയമുള്ളവരെ, ആ പക്ഷിയെ മറ്റൊരു നാട്ടിലേക്ക്, ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു എന്ന് ആദരവായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് കഴുകൻ വളർത്തിയ പെൺകുട്ടി എന്ന മനോഹരമായ വിഷയം ഞാനിവിടെ അവസാനം കുറിക്കുകയാണ്. എനിക്ക് അറിയാം ഇതങ്ങോട്ട് പൂർത്തിയായിട്ടില്ല എന്ന്. ചരിത്രം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ പറഞ്ഞത് അങ്ങോട്ട് റാഹത്തായില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പറയുന്ന എനിക്കും അറിയാം. പക്ഷേ എൻ്റെ ശാരീരിക അവസ്ഥ അങ്ങനെയാണ്. അള്ളാഹ് കബൂലൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ പ്രഭാതത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഹോസ്പിറ്റൽ പോകേണ്ടതുണ്ട്. ശാരീരികമായി വളരെ പ്രയാസത്തിലാണ്. പക്ഷേ ഈ മജ്ലിസ് ഇന്ന് നിങ്ങളോടൊന്ന് ദുആവസിയത്ത് ചെയ്യണം. ഈ വിഷയം ഒന്ന് പറഞ്ഞ് നിർത്തിയിട്ട് വേണം പോകാൻ അഭികാമ്യം എന്ന് മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഇല്ലാത്ത ശാരീരിക അവസ്ഥയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ രക്കണം. നമ്മുടെ